എങ്ങനെയാണ് ജീവിതം പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു പുസ്തകത്തിൽ നിന്നോ ആരും പറഞ്ഞു തന്നോ ഒന്നുമല്ല ജീവിതം പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളിൽ നിന്നുമാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. ശരിയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമുക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടോ, ദുരിതങ്ങളുണ്ടോ, നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ, അത് നമ്മുടെ മനസ്സിലൊരു പാഠമായിട്ട് കിടക്കും. നമുക്ക് രക്ഷപ്പെടണം, നമ്മൾ നന്നാകണം, നമുക്ക് ഈ നിലയിൽ നിന്നാൽ പോരാ എന്നൊരു ചിന്ത ആരുടെയെങ്കിലും ഉള്ളിലുണ്ടായിട്ടുണ്ട്, അവൻ രക്ഷപ്പെടും. അല്ലാതെ എന്നാലും പഠിക്കില്ലാത്ത കുറേ പേരുണ്ട് കേട്ടോ. എത്ര കഷ്ടപ്പെട്ടാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി, വീണേടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം, നമ്മളിങ്ങനെ കഴിഞ്ഞാൽ പോരാ എന്ന് ചിന്തിക്കുന്നവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മാത്രമാണ് നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരോട് സഹാനുഭൂതി നമുക്കുണ്ടാകുകയുള്ളൂ. അല്ലാതെ ഒന്നും നമുക്ക് ഒരു നിലയിലും ആരെ സഹായിക്കാൻ, എല്ലാം അനുഭവിച്ച് വളരുന്നവന്, എല്ലാ സുഖം അനുഭവിക്കുന്നവന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സുഖങ്ങളുമുണ്ട്, പണമുണ്ട്, എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് മറ്റുള്ളവരുടെ വേദനകളോ മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ പറഞ്ഞാൽ അവനൊരു തമാശയായിട്ടോ ഒരു കളിയാക്കലായിട്ടോ കാണുകയുള്ളൂ. ശരിയായ ജീവിതം കാണണമെങ്കിൽ അവൻ ദുഃഖം അനുഭവിക്കണം. ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജീവിതം പഠിക്കും, ഉറപ്പായ കാര്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മക്കളോടൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതൊന്നും അല്ല ജീവിതം എന്ന്. ഇച്ചിരി കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മക്കൾ അനുഭവിച്ചു എന്നോർത്ത് ഒന്നും വിഷമിക്കേണ്ട. മക്കളെ എല്ലാ സൗകര്യത്തോടും കൂടി വളർത്തുന്നവർ ഒന്നും ഓർക്കുക, അവരും എല്ലാം അനുഭവിച്ച് തന്നെ വളരണം. ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ. ശരിയല്ലേ?